രാജ്യത്തെക്കാളും കൂടുതൽ പ്രവാസികളെ ഇത്രയും കംഫർട്ടബിൾ സോണിൽ നിർത്തുന്ന ഒരു രാജ്യം വേറെ ഇല്ല എന്ന് നമുക്ക് ഒരുപോലെ പറയാൻ പറ്റൂലേ. ശരിക്കും നസ്രിയുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നാഷണൽ മീഡിയ ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ഗൾഫിലെ ഈ 3-4 ദിവസം കൊണ്ടുണ്ടായ സംഭവവികാസങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ന് March 3. ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മണിക്കൂറിൽ 48 ഫ്ലൈറ്റ്സ് UAE-യിൽ നിന്നും മറ്റ് GCC കൺട്രീസിലേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു എയർ കോറിഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 31,000 ആൾക്കാർക്ക് എൻട്രി പെർമിറ്റ്സ്, അതായത് ഇവിടെ വന്ന് ട്രാൻസിറ്റ് വിസയിൽ വന്ന ഒരു എയർപോർട്ടിൽ നിന്ന് പുറത്തു പോകാതിരുന്ന ആളുകൾക്ക് 31,000 യാത്രക്കാർക്ക് വിസ ഒരു ചാർജും ഇല്ലാതെയാണ് കേട്ടോ. 31,000 വിസ അവര് ഇഷ്യൂ ചെയ്തു. അവർക്ക് ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഫ്രീ ആയിട്ട് ദുബായ് ലോകത്തിന് മൊത്തം മാതൃകയായിട്ട് അവരുടെ എയർപോർട്ടിൽ വന്നവര് അവരുടെ അതിഥികളായിട്ടാണ് ഈ വിശുദ്ധ റമദാനില് UAE-യുടെ ഭരണാധികാരികൾ കണ്ടത്. പിന്നെ സാധാരണ നമ്മുടെ ലൈഫിന് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രവാസികളുടെ സാധാരണ ജീവിതത്തിന് 1% പോലും ഇത് എഫക്ട് ചെയ്തിട്ടില്ല. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങളുണ്ട്, വണ്ടികൾ ഓടുന്നു, മെട്രോ ഓടുന്നു, എല്ലാ തരത്തിലും നോർമൽ ലൈഫ് കണ്ടിന്യൂസ്. പിന്നെ അത് കൂടാതെ അവശ്യ സാധനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ദിറം പോലും കൂടില്ല എന്നാണ് മിനിസ്ട്രി ഓഫ് എക്കോണമി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സോ അത് എനിക്ക് തോന്നുന്നു ഓൺലി UAE can do that. ഇത്രയും പ്രതിസന്ധികളുടെ ഇടയിലും ദേ ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് ആൾക്കാർക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത്. ശരിക്കും UAE-യും നമ്മുടെ പ്രവാസികളെ അത്ഭുതപ്പെടുത്തുകയാണ് അവരുടെ ഓരോ സാന്നിധ്യം കൊണ്ടും. ആബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വഴിയും UAE-യിൽ അല്ലാത്ത മീഡിയ വഴിയും ഒരുപാട് ഭയഭീതി പടർന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല ശരിക്കുള്ള റിയാലിറ്റി. ഇവിടെ എല്ലാം നോർമലാണ്, എല്ലാം വളരെ സേഫ് ആണ്. ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഒഫീഷ്യൽ ന്യൂസ് സോഴ്സസിൽ നിന്ന് 24/7 അവർക്ക് ന്യൂസ് കിട്ടാനുള്ള എല്ലാ ഹെൽപ്പ് ലൈൻസും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് പീപ്പിൾ ക്യാൻ കോൾ ആൻഡ് ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ എനി ടൈം. ഈ ഭരണകൂടം നിങ്ങളോടൊപ്പം ഉണ്ട്, 24/7 എന്തിനും കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു പ്രതിസന്ധി നേരിടില്ല. ഒരുപക്ഷെ ലോകത്ത് എന്ത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്രയും സേഫ് ആയ ഒരു സ്ഥലം UAE ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. യാത്രക്കാരുടെ കാര്യത്തിൽ വളരെ ആശങ്കപ്പെട്ടു. 1-2 ദിവസം വിമാനമില്ലെങ്കിലും അത്യാവശ്യമായി നാട്ടിൽ പോകേണ്ടവരാരും പോകാതിരുന്നിട്ടില്ല. യാത്ര പെട്ടെന്ന് ഒരാൾക്ക് ഇന്നും പോകണമെങ്കിലും നാളെ പോകണമെങ്കിലും എന്ന് പോകണമെങ്കിലും വലിയ സാങ്കേതികമായ വലിയ പ്രതിസന്ധിയൊന്നും യാത്രകൾക്ക് നേരിടുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ലോകത്ത് ഏത് രാജ്യത്തെക്കാളും കൂടുതൽ പ്രവാസികളെ ഇത്രയും കംഫർട്ടബിൾ സോണിൽ നിർത്തുന്ന ഒരു രാജ്യം വേറെ ഇല്ല എന്ന് നമുക്ക് ഒരുപോലെ പറയാൻ പറ്റൂലേ. അതെ, അതിനൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിന്റെ പ്രസിഡന്റും ഇവിടുത്തെ ക്രൗൺ പ്രിൻസസും എല്ലാവരും ദുബായ് മോളിൽ നടന്ന് അവിടെയുള്ള ആൾക്കാരെയൊക്കെ അവര് അഭിസംബോധന ചെയ്യുന്നു, അവരെ ഗ്രേറ്റ് ചെയ്യുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഈവൻ ഇന്റർനാഷണൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു, ഈവൻ വിത്ത് മിസൈൽസ് ഫ്ലൈയിങ് ഓവർ UAE is still one of the safest country in the world. UAE-യിലെ സാധാരണ ജീവിതം എന്നത്തെയും പോലെ ഇന്നും മൂത്താവുന്നു. വരും മണിക്കൂറുകളിൽ UAE-യിലെ മുഴുവൻ എയർപോർട്ടുകളും എന്നത്തേതും പോലെ പറന്നുയരും യാത്രക്കാരുമായിട്ട് എന്നാണ് UAE ഭരണാധികാരികൾ നമുക്ക് തരുന്ന പ്രതീക്ഷ.